പ്രിൻസിപ്പളാണ്. എനിക്ക് ഷോർട്ട് ഹാൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഹാൻഡിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണത്? ഷോർട്ട് ഹാൻഡിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടോപ്പിക്കാണത്. നിസ്സാരമായ ഒരു കാര്യമല്ല അത്. സ്റ്റെനോഗ്രാഫി എന്ന് പറഞ്ഞാൽ നല്ല ഒരു പോസ്റ്റാണ്. സ്റ്റെനോ പഠിക്കുന്ന കുട്ടികളുടെ ഇഷ്ടംകണക്കിന് ഐ.ടി.യിലുണ്ട്. ആ ഐ.ടി.യിൽ പഠിക്കുന്ന കുട്ടികൾ ആ സ്റ്റെനോ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല, ഈ സബ്ജക്റ്റിലോട്ട് വരില്ല, പിന്നെ അവർ വേറെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അത് പോവാതെ ഈ സ്റ്റെനോ എടുക്കുന്ന കുട്ടികൾ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് അവരിപ്പം പറയും ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കയറിലോട്ടാണ് വരാൻ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് കയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അടിസ്ഥാനമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പല പിള്ളേരും ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസിനുള്ള കുട്ടികൾ വരുന്നുണ്ട്. അതേപോലെ സ്റ്റെനോഗ്രാഫിയിലെ കുട്ടികൾ വരുന്നുണ്ട്. KGT ഇടുന്ന കുട്ടികൾ വരുന്നുണ്ട്. പോളിടെക്നിക്കിൽ വരുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം നമുക്ക് ചോദിക്കണം എന്താണ്, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഹയർ എടുത്തൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ എനിക്കത് പിന്നെ പെട്ടെന്ന് അത് എടുക്കാൻ ബേസിക്കായിട്ട് എടുക്കുന്ന കാര്യത്തിൽ കാരണം അവിടെ ഒരു വർഷം കൊണ്ടാണ് സ്റ്റെനോ ടീച്ചർമാരെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ KGT ആകുമ്പം അതിൻ്റെ ബേസിക്കലായിട്ട് നമുക്ക് എടുത്ത് നമ്മൾ പഠിച്ച് ഒന്നേന്ന് ലോവർ കൂടെ എഴുതിയാലേ നമുക്ക് നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ സ്റ്റെനോഗ്രാഫി പഠിക്കുന്ന കുട്ടികൾ ടൈപ്പ് റൈറ്റിംഗ് കൂടെ നല്ലൊരു ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ തന്നെ KGTയുടെ ഷോർട്ട് ഹാൻഡ് കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന് പിന്നെ ഈ കോൺഫിഡൻസിയുടെ ഒരു കോഴ്സ് ഉണ്ട്, അതിലോട്ട് പോകാൻ പറ്റും. അത് വലിയൊരു കോഴ്സാണ്. അതിൻ്റെ അത് നല്ല ജോലിയാണത്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ഉണ്ട്, സ്റ്റെനോഗ്രാഫി ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഈ ബേസിക്കായിട്ട് PSCയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താണ്, സ്റ്റെനോ വിത്ത് KGT ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം കൂടെ അവർ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതെടുക്കാൻ കഴിയും. ഇത് നല്ല ഒരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എടുക്കാൻ പറ്റും, 10th കുട്ടികൾക്ക് എടുക്കാൻ പറ്റും, PG കഴിഞ്ഞ കുട്ടികൾക്ക്, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. ആ ഷോർട്ട് ഹാൻഡിൽ ഇപ്പോൾ നമുക്ക് പറ്റുന്നല്ല ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറയാം. നമുക്ക് ഏതാണ് ഹൈക്കോർട്ടിൽ നമുക്ക് പഠിച്ച് ഇറങ്ങിയ ഷോർട്ട് ഹാൻഡ് സ്റ്റെനോഗ്രാഫി പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈക്കോർട്ടിൽ ജോലിക്ക് പോകാൻ പറ്റും, സുപ്രീം കോടതിയിൽ കിട്ടും. അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിലെല്ലാം നമുക്ക് പോകാൻ പറ്റും. എങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ജോലി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ജോലി കിട്ടും. അതേപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കിട്ടും. ISROയിൽ നമുക്ക് ജോലി കിട്ടും. ISROയിലൊക്കെ ജോലി ഷോർട്ട് ഹാൻഡിൽ ഇത്ര വേറെ അതിൽ ഷോർട്ട് ഹാൻഡ് നല്ലപോലെ പഠിച്ചിട്ട് ഇത്ര സ്പീഡിൽ അടിച്ചു കൊടുത്താൽ എനിക്ക് അതിൽ 1, 2, 3 പിള്ളേർ എനിക്ക് ISROയിൽ ജോലിയുള്ള പിള്ളേർ കൂടെ ഞാൻ സ്പീഡ് വായിച്ചു കൊടുത്ത കുട്ടികളാണ്. അവർക്കെല്ലാം ജോലി നല്ല ഒരു പോസ്റ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടും, സ്റ്റാഫ് സെലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടും, പിന്നെ PSCയിൽ അവർ വിളിക്കുന്നുണ്ട്, റെയിൽവേയിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പോസ്റ്റിനും നമ്മളെന്താണ് ഷോർട്ട് ഹാൻഡ് നല്ലപോലെ പഠിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും.